ഇത് കാജു കേസർ റോൾ, ഒരു സ്വീറ്റാണ്. ഇത് ആശ, എൻ്റെ തെലങ്കാനയിലെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ശരിക്കും നാട് ആലപ്പുഴയാണ്. അപ്പോൾ ആശയാണ് എന്നെ ഒരു പ്രത്യേക സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഹൈദരാബാദിലെ ഈ സ്ട്രീറ്റുകളിൽ. ഇതിൻ്റെ പുറമേ കാണുന്ന ഈ ഫോയിൽ കണ്ടോ, ഇതിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം നമുക്ക് കഴിക്കാം ആശ. ഇത്തരം മിഠായികളുടെ പുറത്ത് കാണുന്ന സിൽവർ ഫോയിൽ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവിടെ വരുന്നത്, അതിൻ്റെ പിന്നിലെ കഥ എന്താണ്, നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സിൽവർ കോട്ടിങ് വരുത്താൻ വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലൊരാളെ തേടിയാണ് ഞങ്ങൾ ചാർമിനാറിൻ്റെ പരിസരത്ത് വന്നത്. അത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മിഠായി തിന്നുമ്പോൾ എപ്പോഴും അവരെ ഓർക്കേണ്ടതാണ്. അവരത് അടിച്ച് പരത്തി ആ സിൽവർ ഫോയിലിനെ ആ പേടയിൽ പരത്താൻ പാകത്തിന് ആക്കിയെടുക്കുന്നതിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. അകത്ത് കിടക്കാം. നല്ല ശബ്ദമാണ് അവിടെ, അടിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നത് എത്രത്തോളം വ്യക്തമായിട്ട് കേൾക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് അകത്ത് കിടക്കാം. अभी ये बेकरी में जाता है, ये स्वीट्स मिठाई पे, लेकिन शॉप में डायरेक्ट जाता है। बेकरी शॉप में स्वीट्स की दुकान पे बेचता है, मिठाई की दुकान पे जाता है। तो वो लोग मिठाई बनाएगा, इसके बाद ये निकाल के इसके ऊपर डालेगा। मिठाई बना के ये जो पेपर्स है ना, ये बर्फ, हाँ, वो इसके ऊपर लगा दे। हाँ, तो ये उसमें चिपका देगा, उस पर लगा दे। ये कितना है, कितने नंबर से इसमें? 100 पीस का पैकेट, 100 पीस का। इसका कितना है भाव? इसका भाव 300 रुपये का। 300 रुपये 100 का 100 का 300। अच्छा, आप एक दिन पे कितना बनाता है ये वाला? ये अभी ये 100 का है ना? 240 है। ये 3 घंटा मारना क्या है ना? 3 घंटे मारना 240। हाँ, तो अभी ऐसे मैं 3 बुक मारूँ। अभी मारने के पहले, मारना शुरू होने के पहले वो चीज़ कैसा है वो दिखा सकते? अपना सब पीस डालते हैं, 240 ऐसे लगाते हैं। हाँ, ऐसे लगाते हैं, ऐसे लगाते हैं, यहाँ पर लगाते हैं। हाँ, यहाँ पे सेंटर पे नहीं है। ये आप पीस दीजिए, इसको यहाँ पर लगाते हैं ऐसे। हाँ, इसको लगाने के बाद 1 घंटा इसको मारने के बाद वो इतना इधर, हाँ, इतना होगा। हाँ, तो उसको फिर ऐसे सेंटर में ऐसा फिरा लेते, हाँ, फिरा लेके फिर 1.5 घंटा मारते। हाँ, 1.5 घंटा मारने के बाद पूरा रेडी हो जाता। हाँ, हाँ, अभी ये 1.5 घंटे में हाँ, इतना हो इतना जाता पीस हो गया। हाँ, 1.5 घंटे में अभी इसको 1 आधा घंटा और मारेंगे तो यहाँ तक आ जाएगा। हाँ, हाँ, यहाँ तक आने के बाद में उस पेपर में शिप कर लेते। अच्छा, पेपर में शिप कर लेके फिर दूसरा लगा। हाँ, हाँ, इस तरीके से ഇത്രയുള്ളൊരു ഫോയിലാണ് ആ 6 ഇഞ്ച് സ്ക്വയർ വരുന്ന പേപ്പറിന് നടുക്ക് വെച്ചിട്ട് അടിക്കുന്നത്. അതിന് 1 മണിക്കൂർ അടിച്ചു കഴിയുമ്പോൾ അത് 1/4 പരന്ന് വരും. അത് കഴിഞ്ഞ് വീണ്ടും അതിനെടുത്ത് സെൻറ്ററിൽ വെച്ചിട്ട് വീണ്ടും 1 മണിക്കൂർ അടിക്കും. അപ്പോൾ വീണ്ടും പരന്ന് വരും. ഇത് മാറ്റി വെക്കാനും സെൻറ്ററിലേക്ക് എടുത്ത് വെക്കാനും വീണ്ടും ചിലവാകുന്ന 1 മണിക്കൂർ അടക്കം മൊത്തം 3 മണിക്കൂർ എടുക്കും ഈ 100 ഫോയിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ളൊരു ഫോയിലാണ് 6 ഇഞ്ച് സ്ക്വയറിലേക്ക് പരന്ന് വരുന്നത്, അടിച്ച് പരത്തി വരുന്നത്. പ്യുവർ സിൽവറാണ്. ഇതിനെയാണ് ഈ റോളായിട്ട് വരുന്നതിൽ നിന്നും അടിച്ച് പരത്തിയെടുക്കുന്നത്. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വിരൽ കയറിപ്പോകും. ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ആ സമയത്ത് തന്നെ വലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഒട്ടിപ്പോയാൽ കയ്യിൽ അടി കിട്ടും. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ അടി കിട്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. 100 का ये बनाने के लिए पैसा मिलता है या ये हर एक दिन के लिए पैसा? नहीं, बुक के हिसाब से रहता। बुक के हिसाब से? एक बुक मारेगा तो मेरे को 200 रुपये मिलेगा। एक बुक के लिए 200 मिलता है। बुक मारे तो 200 रुपये मिलेगा। अच्छा, 3 मारे तो जो है ना 600 रुपये मिलेगा। अच्छा, 2 मारेंगे तो 400 रुपये। 400। तो अब क्या है, ये 2 मारे तक ही हमको 6 बज जाए। अब 6 बज गया बोले तो हाथ दुखता ना साहब। हाँ, हाँ, अब वो हिसाब से हम चले जाते हैं।
മുഹമ്മദ് ചാന്ദ് പാഷ എന്ന ജോലിക്കാരനാണ് ഇന്ന് പരത്തുന്നത് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് 100 ഫോയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 200 രൂപയാണ് കിട്ടുന്നത്. അത് 100 ഫോയിൽ ഉണ്ടാക്കാൻ പുള്ളിക്ക് 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2 സെറ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 400 രൂപ, കൂടി വന്നാൽ 600 രൂപ, 3 സെറ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ 2 എണ്ണം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കൈ ഇങ്ങനെ അടിച്ച് കൈ വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ നിർത്തിപ്പോവും. അപ്പോൾ ചില ദിവസം 400 രൂപയിൽ തീരും, ചില ദിവസം 600 രൂപ കിട്ടും. അത്ര പൈസയെ ആ ജോലിക്ക് കിട്ടുള്ളൂ. എന്നാൽ ഇതേ സമയത്ത് ഇതിപ്പോൾ മെഷീനിൽ ഡൽഹിയിലും ബോംബെയിലും എല്ലാം മെഷീൻ വരുന്നുണ്ട് ഇത് അടിച്ച് പരത്താനെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിവിടെ വന്നിട്ടില്ല. അത് വന്നാൽ അവരുടെ ജോലി പോകും. പക്ഷേ അത് വന്നാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ, കയ്യിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും.